ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ചിനക്കത്തൂർ പൂരത്തിലെ മറ്റൊരു ശ്രദ്ധേയമായ കലാരൂപമാണ് തട്ടിന്മേൽക്കൂത്ത്. ചിനക്കത്തൂർ പൂരത്തിന്റെ മറ്റൊരു ശ്രദ്ധേയമായ കലാരൂപമാണ് തട്ടിന്മേൽക്കൂത്ത്. കഥകളി വേഷം പോലെയുള്ള വേഷവിധാനം ആളുകൾ ചുമക്കുന്ന തട്ടുകളിൽ ഇവർ നിന്ന് പ്രത്യേക തരത്തിൽ കളിക്കുകയാണ് ചെയ്യുക. ചിനക്കത്തൂർ കാവിൽ 4 തട്ടുകളാണ് ഉള്ളത്. 4 കളിക്കാർ, 2 ചെണ്ടക്കാർ, 2 താളക്കാർ എന്നിവരും തട്ടിന്മേൽ ഉണ്ടാവും. തേരിന്റെ ഒപ്പമാണ് പൂരം ദിവസം തട്ടിന്മേൽ കൂത്ത് കാവ് കയറുക. തേരിന് ഇരുവശമായാണ് സ്ഥാനം. ആപ്പേപ്പുറം, ഞാറേപ്പാടം, ഇരിപ്പത്തൊടി, പ്ലാച്ചിക്കാട് തുടങ്ങിയ കുടുംബക്കാരാണ് കാലങ്ങളായി തട്ടിന്മേൽ കൂത്ത് അവതരിപ്പിക്കുക. തട്ടുമക്കൂത്ത്, കുതിര, ഇങ്ങനെ 3 ഭഗവതിക്ക് ആദ്യകാലം മുതൽക്ക് ഇഷ്ടപ്പെട്ട അത് കുതിരയ്ക്ക് പറയട്ടെ. കുതിരയ്ക്ക് 16 കുതിരയാണ്. 16 കുതിരയാണ്. അതിൽ മെയിൻ കുതിരയാണ് പണ്ടാറ കുതിര. അത് കിഴക്കൻ ചേരിയുണ്ട്, പടിഞ്ഞാറൻ ചേരിയുണ്ട്. പടിഞ്ഞാറൻ ചേരിയിലത്തെ കുതിരയാണ് പണ്ടാറ കുതിര. സാമൂതിരി രാജാവിൻ്റെയാണ് അത്. ഇവർക്ക് ചുട്ടി കുത്തുന്നതിനായി അകലൂരിൽ നിന്നാണ് ചുട്ടി കലാകാരന്മാർ വരുന്നത്. ചിനക്കത്തൂർ പൂരത്തോളം പഴക്കമുണ്ട് തട്ടിന്മേൽക്കൂത്തിനും. ഇവിടെ 2 തട്ടുണ്ട്. പ്ലാച്ചിൻകാട്ടുകാരുടെയും ഇരിപ്പത്തൊടിക്കാരുടെ 2 തട്ട് പെടുന്നതാണ്. കുട്ടികൾ കളിക്കാൻ ചുട്ടി കുത്തലും ഒക്കെ പെടുന്നതാണ്. അതിനൊരു കുടുംബമുള്ള അകലൂർ, അവരുടെ ആൾക്കാരാണ് വരിക. അല്ലാതെ കഥകളിക്കാരുടെ അല്ല. അപ്പം അങ്ങനെയൊക്കെ വന്നിട്ട് അത് നടത്തി വരുന്നത്.